നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാനിരിക്കെ ബി.ജെ.പി. സഖ്യത്തിലുള്ള ദേശീയ നേതൃത്വവുമായി പൂർണ്ണമായും ബന്ധം വിച്ഛേദിച്ച് ജനതാദൾ എസ് കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിച്ചു. പുതിയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും. ഇതോടെ ദേശീയ തലത്തിൽ എൻ.ഡി.എയുടെ ഭാഗമായ പാർട്ടിയുടെ പ്രതിനിധികൾ കേരളത്തിലെ ഇടത് മന്ത്രിസഭയിൽ ഇരിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ പരിഹാസത്തിന് അറുതിയാകും. നിലവിൽ തിരുവല്ലയിൽ നിന്നുള്ള മാത്യു ടി തോമസ്, ചിറ്റൂരിൽ നിന്നുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നീ 2 എം.എൽ.എമാരാണ് ജെ.ഡി.എസിന് കേരളത്തിലുള്ളത്. കുമാരസ്വാമി മോദി മന്ത്രിസഭയിലേക്ക് വെട്ടിലായത് കേരള ഘടകമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ് എച്ച്.ഡി. ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ജെ.ഡി.എസ് ദേശീയ തലത്തിൽ എൻ.ഡി.എയുടെ ഭാഗമാകുന്നത്. കർഷക നേതാവെന്ന് അവകാശപ്പെട്ടിരുന്ന കുമാരസ്വാമി മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായതോടെ കേരളത്തിലെ നേതാക്കളായ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലായി മാറിയിരുന്നു. ബി.ജെ.പി. സഖ്യകക്ഷിയായ പാർട്ടിയുടെ എം.എൽ.എമാർ എങ്ങനെ എൽ.ഡി.എഫിൽ തുടരുന്നു എന്നതായിരുന്നു യു.ഡി.എഫിന്റെ പ്രധാന ആയുധം. എന്തായാലും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ CPM നേതൃത്വം ജെ.ഡി.എസിന് സംരക്ഷണമൊരുക്കിയിരുന്നു. എന്നാൽ സാങ്കേതികമായി ബി.ജെ.പി. സഖ്യത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടി ചിഹ്നമായ കറ്റയേന്തിയ കർഷക സ്ത്രീയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നത് നേതാക്കൾക്ക് വലിയ തിരിച്ചടിയായി മാറിയ അവസ്ഥയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിയമപരമായ തടസ്സങ്ങൾ നീക്കി പുതിയ പാർട്ടി രൂപീകരിക്കാൻ മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഘടകം തീരുമാനിച്ചത്. എന്തായാലും പുതിയ പാർട്ടി നിലവിൽ വരുന്നതോടെ കേരളത്തിലെ 2 എം.എൽ.എമാരും പുതിയ ബാനറിലേക്ക് മാറും. ഇതിലൂടെ ഇടതു മുന്നണിയിലെ രാഷ്ട്രീയമായ ആശയക്കുഴപ്പങ്ങൾ അവസാനിക്കുകയും ചെയ്യും. പുതിയ പേരും കൊടിയും ചിഹ്നവുമായിട്ടായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാനിരിക്കെ തന്നെയാണ് ഇത്തരത്തിൽ ബി.ജെ.പി. സഖ്യത്തിലുള്ള ദേശീയ നേതൃത്വവുമായി പൂർണ്ണമായും ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ജനതാദൾ എസ് കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇതോടെ തന്നെ ദേശീയ തലത്തിൽ എൻ.ഡി.എയുടെ ഭാഗമായ പാർട്ടിയുടെ പ്രതിനിധികൾ കേരളത്തിലെ ഇടത് മന്ത്രിസഭയിൽ ഇരിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ പരിഹാസങ്ങൾക്കൊക്കെ ഒരു അറുതിയാകുന്ന അവസ്ഥയായി മാറും. എന്തായാലും വളരെ നാളത്തെ ചർച്ചകൾക്കൊടുവിൽ തന്നെയാണ് ഇത്തരത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. നിലവിലെ തടസ്സങ്ങളൊക്കെ മാറി എന്നാണ് പറയപ്പെടുന്നത്. ഇനി ആശയക്കുഴപ്പമില്ല, ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണെന്നും ഇതിലൂടെ അനുമാനിക്കാം.